ലോകകപ്പിന് ശേഷം ക്ലബ് ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തിയ അർജന്റീൻ നായകൻ ലയണൽ മെസ്സി ഇന്റർ മയാമിക്കൊപ്പം ചേർന്ന് സൂപ്പർ താരം മയാമിയിലെ ക്യാമ്പിലെത്തിയ മെസ്സി ടീമിനൊപ്പം പരിശീലനം ആരംഭിച്ചു. ലോകകപ്പിന് ശേഷം 10 ദിവസത്തെ അവധി കുടുംബത്തോടൊപ്പം ആഘോഷിച്ചാണ് താരം മയാമിയിലേക്ക് തിരികെ എത്തിയത്. ലോകകപ്പിനിടെ വിവാദമായ ഫോക്ലാൻഡ്സ് ബാനർ പ്രദർശിപ്പിച്ച സംഭവത്തിൽ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ച ഫിഫ. ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിനിടെ അർജന്റീനൻ താരങ്ങൾ പ്രദർശിപ്പിച്ച ഫോക്ലാൻഡ്സ് ദ്വീപുകളെ സംബന്ധിച്ച രാഷ്ട്രീയ സന്ദേശമുള്ള ബാനറാണ് ഫിഫയുടെ അന്വേഷണത്തിന് വഴിവെച്ചത്. രാഷ്ട്രീയ സന്ദേശങ്ങൾ ഫുട്ബോൾ മത്സരവേദികളിൽ അനുവദിക്കില്ലെന്ന ഫിഫയുടെ ചട്ടം ലംഘിച്ചോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിനൊപ്പം ഫൈനലിനിടെ 2 അർജന്റീനൻ താരങ്ങൾ സ്പെയിൻ താരങ്ങളെ ആക്രമിച്ചെന്ന പരാതിയിലും ഫിഫ അച്ചടക്ക സമിതി അന്വേഷണം ആരംഭിച്ചു. കുറ്റം തെളിഞ്ഞാൽ താരങ്ങൾക്കും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനും പിഴയോ വിലക്കുൾപ്പെടെയുള്ള നടപടികളോ നേരിടേണ്ടി വന്നേക്കും. ഈ സീസണോടെ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് ജർമ്മൻ ഇതിഹാസം മാനുവൽ ന്യൂയർ. സീസണോടെ കരിയർ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് പരിശീലന ക്യാമ്പിനിടെ ന്യൂയർ പറഞ്ഞു. 85% സാഹചര്യങ്ങളിലും താൻ നേരത്തെ തന്നെ വിരമിക്കുമായിരുന്നു. പക്ഷേ ഈ ടീമിനൊപ്പം പരിശീലക സംഘത്തിനൊപ്പവും തുടരുന്നത് ആസ്വദിക്കുന്നതിനാലാണ് ഒരു സീസൺ കൂടി കളിക്കാൻ തീരുമാനിച്ചതെന്നും ന്യൂയർ വ്യക്തമാക്കി. 2027 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ടീമുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഓസ്ട്രേലിയ. ലോകകപ്പിന്റെ പുതിയ ഫോർമാറ്റ് പ്രകാരം മത്സരങ്ങളുടെ എണ്ണം കൂടുന്നതിനാൽ നിലവിലെ 15-അംഗ സംഘത്തിന് പകരം 17-അംഗ ടീമിനെ അനുവദിക്കണമെന്നാണ് ഓസ്ട്രേലിയൻ മുഖ്യ പരിശീലകൻ ആൻഡ്രൂ മക്ഡൊണാൾഡിന്റെ ആവശ്യം. ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നിവിടങ്ങളിൽ നടക്കുന്ന ലോകകപ്പിൽ 14 ടീമുകളാണ് പങ്കെടുക്കുക. 2 ഗ്രൂപ്പുകളിലായി നടക്കുന്ന ടൂർണമെന്റിൽ ഓരോ ടീമിനും കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നതിനാൽ പരിക്കുകൾ കൈകാര്യം ചെയ്യാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്ലേയിങ് 11 മാറ്റം വരുത്താനും വലിയ സ്ക്വാഡ് അനിവാര്യമാണെന്ന് മക്ഡൊണാൾഡ് പറഞ്ഞു. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ബിസിനസ് മൂല്യം 2 ലക്ഷം കോടി രൂപയിലേക്ക്. അമേരിക്കൻ നിക്ഷേപക ബാങ്കായ ഹൗലിഹൻ ലോക്കിയുടെ 2026 റിപ്പോർട്ട് പ്രകാരം IPLന്റെ ആകെ ബിസിനസ് മൂല്യം 11.4% ഉയർന്ന് $20.6 ബില്യൺ. ഫ്രാഞ്ചൈസികളുടെ ബ്രാൻഡ് മൂല്യത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 1-ാം സ്ഥാനത്തെത്തി. $312 മില്യൺ ബ്രാൻഡ് മൂല്യവുമായി $300 മില്യൺ കടക്കുന്ന ആദ്യ IPL ഫ്രാഞ്ചൈസിയായും RCB മാറി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ആസിയാൻ കപ്പിന്റെ പ്രഥമ ടൂർണമെന്റിന് സെപ്റ്റംബർ 21-ന് തുടക്കമാകും. ഗ്രൂപ്പ് എയിൽ ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ ഉൾപ്പെട്ടത്. ഗ്രൂപ്പ് ബിയിൽ പാകിസ്ഥാൻ, വിയറ്റ്നാം, തായ്ലൻഡ്, ഫിലിപ്പീൻസ് ടീമുകളാണുള്ളത്. ഇന്തോനേഷ്യയിലാണ് മത്സരങ്ങൾ നടക്കുക. 2025-ലാണ് ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോയാണ് ഏഷ്യൻ കപ്പ് പ്രഖ്യാപിക്കുന്നത്.